ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു പുരുഷൻ നിങ്ങളുമായിട്ട് ഇമോഷണലി വളരെയധികം അറ്റാച്ച്ഡ് ആണ് എന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് സൈൻസ് ആണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. 15 സൈൻസ് പറയുന്നുണ്ട്. ഇതിലൊരു 10 സൈൻസ് എങ്കിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഇമോഷണലി വളരെയധികം അറ്റാച്ച്ഡ് ആണ് നിങ്ങളോട്. അപ്പോൾ ഞാനിത് പറഞ്ഞു തുടങ്ങാം. നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളോട് ഏറ്റവും കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ട് തോന്നുന്ന വ്യക്തിക്ക്, ആ വ്യക്തി നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടാവുമല്ലോ, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്ന ആ ഒരു വ്യക്തിക്ക് ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക. താഴത്തൊരു കമൻ്റ് ഇടുക, ആ വ്യക്തിയുടെ പേര് പ്ലസ് താങ്ക് യു. ഇപ്പോൾ അശ്വതി എന്നാണെങ്കിൽ അശ്വതി താങ്ക് യു അങ്ങനെ കമൻറ്റ് ചെയ്യുക, പേര് മാറ്റി കൊടുക്കണേ. ഇനി നമുക്ക് ടോപ്പിക്കിലോട്ട് വരാം. ഒന്നാമത്തെ സൈൻ എന്ന് പറയുന്നത് ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, നിങ്ങളെ കൂടുതൽ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് അവർ ഒത്തിരി എഫേർട്ട് ഇടുന്നുണ്ടായിരിക്കും എന്നുള്ളതായിരിക്കും. അവർക്ക് എപ്പോഴും പ്രയോറിറ്റി നിങ്ങളുടെ ഹാപ്പിനെസ് ആയിരിക്കും. നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ അവർ ചെയ്യും. ഇതാണ് ഒന്നാമത്തെ സൈൻ. രണ്ടാമത്തെ സൈൻ എന്ന് പറയുന്നത് അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അവർ ഉടനടി അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് സോറി പറയും എന്നുള്ളതാണ്. ഇനി നിങ്ങളുടെ ഭാഗത്താണ് ഒരു മിസ്റ്റേക്ക് സംഭവിക്കുന്നതെങ്കിൽ അവർ നിങ്ങൾക്ക് മാപ്പ് നൽകുകയും ചെയ്യും. അങ്ങനെ ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു എഫേർട്ട് അവരിടും എന്നുള്ളതാണ്. അപ്പോൾ ഫോർഗീവ് ചെയ്യുകയും അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് വരുമ്പോൾ സോറി പറയുകയും ചെയ്യും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സൈനാണ്. ഇനി മൂന്നാമത്തെ സൈൻ എന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റ് ആയിട്ട് അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുകയും മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്യും. ഇപ്പോൾ എല്ലാ ദിവസവും മെസ്സേജ് അയക്കുന്ന ആളാണെങ്കിൽ അതുപോലെ അയക്കും. എല്ലാ ദിവസവും 2 നേരം വിളിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും 2 നേരം ഫോണിൽ വിളിച്ച് സംസാരിക്കും. ഇനിയിപ്പോൾ ഡെയിലി കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് നേരം ഒന്നിച്ചിരുന്ന് സംസാരിക്കും. ഭക്ഷണം കഴിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ ബിഫോർ ഫുഡോ അല്ലെങ്കിൽ ഓഫീസിലോട്ട് പോകുന്നതിന് മുമ്പോ അല്ലെങ്കിൽ നൈറ്റ് കിടക്കുന്നതിന് തൊട്ട് മുൻപോ അങ്ങനെ കുറച്ച് ടൈം നിങ്ങൾക്ക് വേണ്ടി അവർ എല്ലാ ദിവസവും സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് അതിലൊരു കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ അതും നിങ്ങളുമായിട്ട് അത്രയും അറ്റാച്ച്ഡ് ആണ് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്ത സയൻസിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാം. നിങ്ങളുടെ ഇഷ്യൂസൊക്കെ ഷെയർ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള സപ്പോർട്ട് ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും. അടുത്ത സൈൻ എന്ന് പറയുന്നത് ഗ്രേറ്റ് മെമ്മറി ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് അവർ ഓർത്ത് വെക്കുകയും നിങ്ങളത് ഓർമ്മപ്പെടുത്തുകയും ചെയ്യും എന്നുള്ളതാണ്. അത് അവരുടെ ഒരു സ്പെഷ്യൽ ടാലൻ്റാണ് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ സ്കില്ലാണ്. കാരണം നിങ്ങൾ പറയുന്നത് അത്രയും മനോഹരമായിട്ട് നല്ല രീതിയിൽ ലിസൺ ചെയ്തതുകൊണ്ടാണ് അവർക്കത് ഓർത്ത് വെക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അവർ നിങ്ങളുടെ കൂടെ ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് പറയുന്നു എന്നുള്ളതിൽ അവർക്ക് വളരെയധികം ശ്രദ്ധ ഉള്ളത് കൊണ്ടാണ് അവർക്ക് ആ കാര്യങ്ങളൊക്കെ ഓർക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഗ്രേറ്റ് മെമ്മറി ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റിയാണ്, അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള സൈനാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു കമ്മിറ്റ്മെൻറ്റ് മൈൻഡ് സെറ്റ് അവർക്കുണ്ടായിരിക്കും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു സ്പെഷ്യലായിട്ടുള്ള വ്യക്തിയാണ് എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് വളരെയധികം കമ്മിറ്റഡ് ആയിരിക്കും. മറ്റൊരു റിലേഷൻഷിപ്പിലോട്ട് പോവുകയോ അല്ലെങ്കിൽ അവരുടെ മനസ്സ് ചാഞ്ചാടുകയോ ഒന്നും ചെയ്യത്തില്ല. കാരണം നിങ്ങളുടെ വില അവർക്ക് നന്നായിട്ട് അറിയാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇമോഷണലി വളരെയധികം അറ്റാച്ച്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം മോശപ്പെട്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ പോലും അവർ നിങ്ങളുടെ കൂടെ നിൽക്കും എന്നുള്ളതാണ്. നിങ്ങളെ കെയർ ചെയ്യും, നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. അത് മെൻ്റലി ആയിക്കോട്ടെ, ഫിസിക്കലി ആയിക്കോട്ടെ, ഫിനാൻഷ്യലി ആയിക്കോട്ടെ, നിങ്ങളുടെ കൂടെ എപ്പോഴും സക്സസ്സിലാണെങ്കിലും അല്ലെങ്കിൽ ഫെയിലിയറിലാണെങ്കിലും ഒക്കെ നിങ്ങളുടെ കൂടെ നിൽക്കും, സപ്പോർട്ട് ചെയ്യും എന്നുള്ളത് അവരുടെ ഒരു പ്രത്യേകതയാണ്. പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട സൈൻ എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങളുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ പിന്നെ അപ്പം തന്നെ ഇനി നമ്മളെപ്പോഴാണ് കാണുക, അങ്ങനെ ആ ഒരു വീണ്ടും കണ്ടുമുട്ടാനുള്ള ആ ഒരു താല്പര്യവും ഇൻട്രസ്റ്റും ഒക്കെ അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട സൈൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു മീറ്റിങ്ങിലാണ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു, അതിനുശേഷം പോവാൻ തീരെ മനസ്സില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ വീണ്ടും എന്തെങ്കിലും കാരണം പറഞ്ഞ് നിങ്ങളുടെ കൂടെ തന്നെ ആയിരിക്കാൻ വേണ്ടിയിട്ട് അവർ മാക്സിമം ട്രൈ ചെയ്യും എന്നുള്ളത്.
ഒരു മിനിറ്റെങ്കിൽ ഒരു മിനിറ്റ് കൂടി കൂടുതൽ നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ അവർ ഇൻട്രസ്റ്റ് കാണിക്കും എന്നുള്ളതാണ്. അത് ഇമോഷണലി വളരെയധികം അറ്റാച്ച്ഡ് ആണെങ്കിൽ അങ്ങനെ അവർക്ക് സമയം പോകുന്നതൊന്നും അറിയത്തേ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അവരുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ഷെയർ ചെയ്യാൻ മടിക്കത്തൊന്നുമില്ല. ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ പറയും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഹോബീസ് ഉണ്ടെങ്കിൽ ആ ഹോബീസ് അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ കൂടി ആ ഹോബീസൊക്കെ അവർക്ക് കൂടി ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ അവർ ട്രൈ ചെയ്യും. നിങ്ങളുടെ ഹാപ്പിനെസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ടാണ് അവർ നിങ്ങൾക്കിഷ്ടമുള്ള ഹോബീസിൽ പോലും എൻഗേജ്ഡ് ആവണം എന്നുള്ളത് മനസ്സിലാക്കുക. ചിലപ്പോൾ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യമായിരിക്കും, പക്ഷേ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരതിൽ എൻഗേജ്ഡ് ആവും എന്നുള്ളതാണ്. പിന്നെ അടുത്തത് ഫ്രണ്ട്സിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് നിങ്ങൾക്കായിരിക്കും നൽകുന്നുണ്ടാവുക. അടുത്തത് സോഷ്യൽ മീഡിയാസിലും മറ്റുമൊക്കെ നിങ്ങളെ ഫോളോ ചെയ്യുകയും നിങ്ങളുടെ ഫോട്ടോസ് വരുമ്പോൾ ലൈക്ക് ചെയ്യുകയും റീൽസ് വരുമ്പോൾ കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് എപ്പോഴും ആക്റ്റീവായിട്ട് നിങ്ങളെ ഫോളോ ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരാളായിട്ട് മാറും എന്നുള്ളതാണ്. അവർ ഇമോഷണലി അറ്റാച്ച്ഡ് ആണെങ്കിൽ നിങ്ങളുടെ ഓരോ നീക്കങ്ങളും അവർ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും സക്സസ് ഉണ്ടാവുമ്പോൾ അത് സെലിബ്രേറ്റ് ചെയ്യാൻ അവർക്ക് വളരെയധികം ആവേശമായിരിക്കും. നിങ്ങളുടെ കൂടെ കാണും എന്നുള്ളതാണ്. അത് ആഘോഷിക്കും. ആ സന്തോഷത്തിൽ നിങ്ങളുടെ കൂടെ ചേരും എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ അവർ നന്നായിട്ട് കൈൻഡ്നെസ് കാണിക്കും. തോട്ട്ഫുൾ ആയിട്ടുള്ള ഗിഫ്റ്റുകൾ, സർപ്രൈസുകൾ ഇതൊക്കെ നിങ്ങൾക്ക് നൽകും എന്നുള്ളതാണ്. ഇങ്ങനെ ഒത്തിരി സയൻസ് ഉണ്ട്. ഏകദേശം ഇപ്പോൾ ഒരു 14-15 സയൻസ് ഞാൻ പറഞ്ഞു തോന്നുന്നു. അപ്പോൾ ഈ സയൻസുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ഇതിലൊരു 8-7 ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തന്നെ ആ വ്യക്തി ഇമോഷണലി അറ്റാച്ച്ഡ് ആണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനിയിപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഇതേപോലെയൊന്നും അല്ല ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞ് നിരാശപ്പെടേണ്ട. എന്തെങ്കിലും പ്രയാസങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ ഇഷ്യൂ എന്താണെന്നുള്ളത് ഷെയർ ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. ഇനി നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളെ ചേസ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മുകളിൽ കാണുന്ന നമ്പറിലോട്ടൊന്ന് മെസ്സേജ് ഇടുക. ചേസിങ് അഫർമേഷൻ എന്ന് ഞാൻ ഫ്രീ ആയിട്ട് അയച്ചു തരാം. ആ അഫർമേഷൻ എല്ലാ ദിവസവും രാവിലെ എണീറ്റ ഉടനെ ഒരു 5 മിനിറ്റ്സ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു നോക്കുക. 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കും. 21 ദിവസം ചെയ്യണം. അപ്പോൾ ആ വ്യക്തി നിങ്ങളെ കൂടുതലായിട്ട് ചേസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ റിസൾട്ടും കാര്യങ്ങളൊക്കെ താഴത്ത് വന്നിട്ട് കമൻറ്റ് ചെയ്യുക ആഫ്റ്റർ 21 days. ഓക്കെ, പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്